ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 10 വർഷം നമുക്ക് കേന്ദ്രവും കേരളവും ഭരണത്തിലില്ലാത്ത സമയത്തും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന ഒരു ഉറച്ച നിലപാടിന് കിട്ടുന്ന അംഗീകാരമായിട്ടാണ് അങ്ങനെ പേര് വരുന്നത് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കും. അഥവാ അങ്ങനെ ആവശ്യപ്പെടുന്നില്ല, ഇലക്ഷന് നിൽക്കുന്നില്ലെങ്കിലും ഉത്തരവാദിത്വമുള്ള ഒരു എന്താണ് പറയുന്ന ഒരു പ്രവർത്തകനായി ഞാൻ എന്നെ കൊണ്ടാവുന്നത്രയും മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് ഇറങ്ങും എന്ന് സമീപിച്ചാൽ ചിലപ്പോൾ നിൽക്കും. സമീപിച്ചാൽ അതപ്പോഴാലോചിക്കും, സമീപിച്ചാൽ നിൽക്കും. ഇത്തരം പേര് വരികയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. പക്ഷേ അതിന് വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ ഉറപ്പായിട്ടും ഒരു ഉത്തരവാദിത്വമുള്ള പ്രവർത്തകനായി എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് പോകും. അതൊരു പരാതിയായി പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുകയോ എനിക്ക് ചെയ്യില്ല. 100% ഉറപ്പാണത്. ഞാൻ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ ആളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അല്ലാതെ നമുക്കൊരു ഔദ്യോഗികമായിട്ട് ഒന്നും പറയാനുള്ളൊരു അവസ്ഥ വരെ നമ്മൾ എത്തിയിട്ടില്ല. ആകുമ്പോൾ ഉറപ്പായിട്ടും അറിയിക്കാം. ഇല്ല, അതാ പറഞ്ഞു, ഈ നിമിഷം വരെ ഞാനുമായിട്ടുള്ളൊരു ചർച്ച ഉണ്ടായിട്ടില്ല. ഞാനുമായിട്ടാണല്ലോ ചർച്ച നടക്കേണ്ടത്. ഞാനുമായിട്ടുള്ളൊരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടാകുമ്പം അന്നേരം അതിനനുസരിച്ച് യുക്തം പോലെ അത് എവിടെയാണ് എന്നോട് പറയുന്നത്, എന്താണ് അതിൻ്റെ ചുറ്റുപാടുകൾ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കും. അതാ ഞാൻ പറഞ്ഞത്, എനിക്കതിലൊരു പരാതിയുള്ള ആളല്ല ഞാനതിൽ ഭയങ്കര ആവേശം കാണാനോ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ. അത് ഞാൻ എപ്പോഴും ഇത്രയും വലിയൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പേര് വരുന്നത് ഒരു ഭാഗ്യമായി, അല്ലെങ്കിൽ അതൊരു അംഗീകാരമായി, പ്രവർത്തകർ തരുന്ന ഒരു അംഗീകാരമായി ഞാൻ കാണുന്നു. അത്രേ ഉള്ളൂ.